എന്താന്ന് ചോദിച്ചേ? ഇല്ല, ഞാൻ വെറുതെ വിളിച്ചൂടെയില്ല? ചോദിച്ചു. വിളിക്കുന്നേരെന്താ? വിളിക്കുന്നേരത് നീ കുഴപ്പമില്ല. തിരക്കിലുള്ളത്? തിരക്കിലൊന്നല്ല ഉള്ളേ. പിന്നെന്നാ? തിരക്കത് തിരക്ക്. എടുത്ത് റീല് കാണുക, കിടക്കുക, ഉറങ്ങുക, അതെല്ലാം നീ തന്നെ. എന്താ ബൈക്കിന് കൈ നീട്ടിട്ട് നിർത്താണ്ട് പോയെ? എപ്പോ? അന്ന് ഞായറാഴ്ച. എനക്ക് ഓർമ്മയില്ലല്ലോ. എനിക്ക് ഓർമ്മയുണ്ടാവില്ല. എനക്കൊന്നും ഓർമ്മയില്ലേ. കൊറേ പെമ്പിള്ളേരുണ്ടല്ലോ. ആയിരിക്കും എനക്കാ. എനിക്ക് തന്നെ. എന്നോടല്ലേ മോനെ വർത്താനം പറയുന്നേ? ഞാൻ വിചാരിച്ചു നിന്റെ കൂട്ടത്തിൽ കുറെ പെമ്പിള്ളേരുണ്ട്. നിങ്ങൾ പെമ്പിള്ളേർ കൂട്ടത്തോടെ പോകുന്ന ഞാൻ മൈൻഡ് ആക്കൂല. ആ അതെ അതെ. അതെ അതെ. ഈ പെമ്പിള്ളേരൊക്കെ കൊണ്ട് എനിക്കിഷ്ടമല്ല. പിന്നെന്തിനിപ്പോ വിളിക്കുന്നത്? അതിന്റെ ലൈനൊന്നും അല്ലല്ലോ. അയ്യല്ലേ എന്നാ ഇങ്ങോട്ടേക്ക് വിളിച്ചിന്. കട്ടാക്കി കളയാം. അല്ല, കട്ടാക്കല്ല. എന്നാ വെക്കാം. കട്ടാക്കല്ല. അപ്പൊ പിന്നെ ഇമാതിരി വർത്താനം പറയല്ലേ. മോളെ, മറ്റേ വർത്താനം പറയും. നിന്നെ ഞാൻ പെണ്ണായിട്ട് കണ്ടില്ലല്ലോ. നിന്നെ ഞാൻ ആണായിട്ടില്ല കണ്ടിട്ട്. എനക്ക് പോറടിച്ചോണ്ട് വിളിച്ചു. ആ ഇനി പിന്നെ വെച്ചാ ഞാൻ വേറെ ആരെയും വിളിക്കും. അതാ. എന്തേ? നിന്നെ ഞാൻ ആണായിട്ടല്ല കണ്ടിനി. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ആ ഈ പെമ്പിള്ളേർ ചൊറയാണ്. അതായിരിക്കും ഓരോ വീഡിയോ എടുത്ത് എനക്ക് അയച്ചിരുന്നത്. അത് കാര്യമാക്കണ്ട. അതല്ലേ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ ആണായിട്ട് ദയവേത് എന്നെ കാണുന്നു. ഗ്രൂപ്പിലൊന്നും ഏടാക്കല്ലേ. അതൊന്നുമില്ല. ആണാന്ന് വിചാരിച്ചിട്ട് ഇല്ലാന്ന്. സെപ്പറേറ്റ് അയച്ചാ മതി. പിടിക്കാനുള്ളതൊന്നുമില്ലല്ലോ. എല്ലാം കാണുന്നുണ്ടല്ലോ. അത് കാണും. അയ്യോ അയ്യോ. സത്യം എന്നിട്ട് പറഞ്ഞ ഈ പെൺപിള്ളേർ ഭയങ്കര ചെറ്റകളായിരുന്നു. ആര്? അല്ല, ഈ പെൺകുട്ടികൾ. പെൺകുട്ടികൾ എന്ന് പറയണ്ട. നീ ആൺകുട്ടികളും ആണാന്ന്. മോശമൊന്നും അല്ല. അതിന്റെ കണ്ണിലല്ലേ. എന്റെ കണ്ണിൽ ഞാൻ പെണ്ണല്ലേ. എത്ര പെൺപിള്ളേരെ നോക്കി അതുകൊണ്ട് എനക്ക് കൊള്ളുന്നുണ്ട്. കൊണ്ടോട്ടെ. ഞാൻ എത്ര പെൺപിള്ളേരെ നോക്കി, ഒരുത്തി പോലും ഒന്നും സെറ്റ് ആകത്തില്ലല്ലോ. അതുകൊണ്ടാ എനിക്ക് പെൺപിള്ളേരെ ഇഷ്ടമല്ലാത്ത. നോക്കണ്ട പോലെ നോക്കണം മോനെ, എന്നാലേ പെൺപിള്ളേർ വീഴുള്ളൂ. അല്ലാണ്ട് ഒരു കൈ കാണിച്ച് കഴിഞ്ഞാൽ അല്ല, നിന്നെ കിട്ടാനെല്ലാം പോയി കഴിഞ്ഞാൽ ഒരിക്കലും പോലത്തേനെല്ലാം വീഴൂല. കിട്ടാണ്ടിരിക്കുന്നതന്നെ നല്ല. കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനക്കെന്താടാ ഒരു കുറവ്? എനിക്ക് കുറവുണ്ട് അല്ല ഞാൻ പറഞ്ഞേ. അയ്യോ, എനിക്ക് കുറവുണ്ടാ എന്തെങ്കിലും? നീ എന്താ ഞാൻ പറയുന്നിട്ട് ഞെട്ടിയ പോലെ? എന്തെങ്കിലും കുറവുണ്ടെങ്കിലും കുഴപ്പമില്ല. എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ എന്താ ഉണ്ടല്ലോ. എന്ത്? എന്തോ ഒരു കുറവില്ലേ? എനക്കൊന്നുമില്ല. എനക്കൊരു കുറവുമില്ല. എന്നാലും എന്നെ കാണാൻ എന്താ രസമില്ലേ? കാണാൻ രസം മാത്രം വയ്യ. അതൊന്നല്ല, അത് എന്തോ ഉണ്ട്. ബാക്കിയെല്ലാം ഉണ്ട്. ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്ക് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാല്. അല്ലേ, നീ ആരെയും പ്രേമിച്ചിട്ടൊന്നുമില്ല ഇതുവരെ? ഇതുവരെ പ്രേമിച്ചിട്ടില്ല. നീ കാര്യം പറ, എന്തുകൊണ്ട്? ആ ഒരു സംസാരം കേൾക്കുമ്പോ ഞാൻ മനസ്സിലാ. സത്യല്ലേ പറഞ്ഞേ, ഞാൻ അങ്ങനെ പ്രേമിച്ചിട്ടില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ നമ്മള് ടൈം നീ ഏത് പാസിന്. പ്രേമം ഉദ്ദേശിച്ചേ? ടൈം പാസ് അങ്ങനെ ചോദിക്കണ്ടേ? ടൈം പാസിന് ഒരുത്തരം നോക്കി +2 പഠിക്കുമ്പോ. എന്നിട്ട് നിങ്ങള് എന്തെങ്കിലും പ്രേമിച്ചെന്ന് പറഞ്ഞ അപ്പാടെന്തേരം വേറെ കണ്ണി കാണാൻ നിൽക്കുന്നു? അല്ല പറയാ. അല്ല, ഇപ്പോഴത്തെ പിള്ളേർ എന്ന് അങ്ങനെയൊന്നുമില്ല. പറയുമ്പോ ഈ ടൈം പാസിന് പ്രേമിച്ചായാലും ശരിക്കും പ്രേമിച്ചായാലും. ഇപ്പോഴത്തെ പിള്ളേരെന്ന് വെച്ചാ ഈ പണ്ടത്തെ കാലത്തെ ഒന്നും അല്ലല്ലോ. അല്ല, ഇപ്പോഴത്തെ കാലത്തെ ഞാൻ എന്തൊക്കെ പ്രേമിച്ചിട്ടില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്തെല്ലാം പറഞ്ഞ കുഴപ്പം. പെൺപിള്ളേർ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇത് കണ്ടവരൊപ്പരെല്ലാം പോയി നിരങ്ങി ലാസ്റ്റ് അന്നപ്പോലത്തെ ഏതെങ്കിലും പൊട്ടന്മാരെ തലയിൽ വന്നു. അതാ ഞാൻ പറഞ്ഞേ, നീ എന്നെ പോലത്തെ അങ്ങനെ ആൾക്കാർക്ക് വല്ലതും? വേണ്ടെങ്കിൽ വേറെ നല്ല ആൾക്കാരെടുക്കും. അല്ല, നീ അങ്ങനെ എന്തെങ്കിലും? അങ്ങനത്തെ ആൾക്കാർക്ക് നല്ല ലൈഫ് കിട്ടും. എനക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ ജസ്റ്റ് ചോദിച്ചതിന് പറ. എന്ത്? നീ പറ, ചോദിച്ചതിന് പറ. ഇത്ര ആളും ഒപ്പരം ഉണ്ടായിരുന്നു എന്ന് പിന്നൊന്നും പറയാഞ്ഞ്. ഞാനോട് ചോദിച്ചില്ലല്ലോ എനക്ക് ലൈൻ ഉണ്ടായിരുന്നു. ചോദിക്കണം, എനിക്ക് പറഞ്ഞൂടെ?
പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അറിയാനൊക്കെ ഒരുത്ത ലൈനുണ്ടേനും നീ ടൈം പറ പാസേനും. എങ്ങനെയും പറയാന്ന് പറഞ്ഞാല് അങ്ങനെയൊന്നുമില്ല, ഓൻ തന്നെ ടൈം പാസ് തന്നെയാ നോക്കിയത്. പിന്നെ പക്ഷെ കുറേ പ്രശ്നം വയന നടന്നിന്. അപ്പൊ അങ്ങനെ അങ്ങനെ സെറ്റായി കഴിഞ്ഞ പിന്നെ എനിക്ക് പറയാലോ. എന്ത് നല്ല ചാറ്റ് മെസ്സേജ് പിന്നെ പറയാ സ്കൂളിലായോണ്ട് ചാറ്റ് മെസ്സേജ് എല്ലാം പറഞ്ഞ ഫുൾ ടൈം ചാറ്റ് എന്താ ചെയ്യലില്ലേ? ഫുൾ ടൈം മെസ്സേജ് ചെയ്യാൻ പറ്റൂലല്ലോ, നമ്മള് സ്കൂളിലല്ലേ പകുതി സമയം. വീട്ടിൽ വന്ന പിന്നെ മെസ്സേജ് അയക്കും, വീട്ടിൽ വന്ന രാത്രി വിളിക്കും, പിന്നെ വീഡിയോ കോൾ ചെയ്യും, അങ്ങനെയെല്ലാം തന്നെ. പിന്നെ സ്കൂളിലായോണ്ട് നമുക്ക് അധികം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓൻ എപ്പോഴും വീട്ടിൽ വിളിക്കും, എനിക്ക് പോവാൻ പറ്റൂല. ഇങ്ങോട്ടേക്ക് പോവാൻ ഞാൻ പറ്റുമെങ്കിൽ നീ വന്നോന്ന് പോവേനു. പറഞ്ഞിനി. അതിനിപ്പോ എന്താ, ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചാലോ. ഇതെല്ലാം ഇങ്ങൊക്കെ വലിയ കാര്യമായിട്ട് തോന്നും. ഇനി മറ്റേ പണ്ടത്തെ കാലത്തല്ലേ. ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ച് പക്ഷെ വരാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാലോ ഏട്ടൻ എവിടെ ഉണ്ടല്ലോ. അങ്ങനെ അല്ല അങ്ങനെ നീ കൊറേ എന്തിനാ കഴിഞ്ഞപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചേ വീട്ടിലേക്ക്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറ. ഇങ്ങോട്ടേക്ക് എന്തിനാ വിളിക്കുന്നത്? ഇരുന്ന് സംസാരിക്കേ, ആരും ഇല്ലാണ്ട് അതിന് കൊറേ വലിയ നേരം വെറുതെ ഇരുന്ന് പാർക്കിലെങ്ങാനും പോയാ സംസാരിക്കാൻ. പോരെ, അതിനെന്തിനാ വീട്ടിലേക്ക് വിളിക്കുന്നത്? അതെനിക്ക് ഇനി ഇതിൽ എനിക്ക് തിരിയണ്ട. അപ്പം പിന്നെ 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 പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം എന്തോ നമുക്കൊരു പേഴ്സണൽ സ്പേസ് എവിടെയും കിട്ടുന്നില്ല. അങ്ങോട്ട് പോകാനും പറ്റില്ല, ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ ട്യൂഷൻ രാവിലെ എല്ലാം എപ്പോഴും ഉണ്ടാവും. അച്ഛൻ വയ്യ തന്നെ ഉണ്ടാവും. ട്യൂഷന് പറഞ്ഞോടുന്ന അച്ഛൻ, സ്കൂളിൽ കൂട്ടിക്കൊണ്ടിരുന്ന അച്ഛൻ. പിന്നെ നമുക്ക് മടുത്ത്. എനക്കും ഒരു ഇല്ല ത്രില്ലും ഒന്നുമില്ലേല് ഓനും ത്രില്ലും ഒന്നുമില്ല. ലാസ്റ്റ് നമ്മൾ ബ്രേക്കപ്പ് ആവാതെല്ലാം പറഞ്ഞ് അല്ല നിങ്ങൾ ഒരേ വിട്ട്. പ്രായ? +2. പക്ഷെ ഞാൻ സയൻസ്, ഓൻ കൊമേഴ്സ്. അപ്പൊ വിട്ട്. പക്ഷെ വിട്ടപ്പോ അല്ല ആയത്. എന്താ അപ്പൊ നമുക്ക് +2 നമുക്ക് ഇതേനു ആനുവൽ സമയത്ത് എല്ലാരും പരക്കെ സ്റ്റേജിലുണ്ടാവും. നിന്റെ എല്ലാം കഴിഞ്ഞാ? ഇനിയിപ്പോ എന്താ? ഇനിയിപ്പോ ഒന്നുമില്ല. എന്നാലും ശരിക്കും എന്തെന്നാലും ഫുള്ള് നടന്നയാ? കൊറച്ചെല്ലാം. ഈ കുറച്ചെല്ലാം എന്ന് പറഞ്ഞാ കുറച്ച് കൊറച്ചെന്നാന്ന് പറ ഒന്നുമില്ല. കേക്കട്ടെ. പറയാനെന്നാ, അപ്പൊ നമുക്ക് അത്ര നല്ല സ്ഥലമൊന്നുമല്ല കിട്ടി. എല്ലാരും ഇല്ലാത്തപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ലൈബ്രറീന്റെ സൈഡിൽ പോയതിന് എന്തോ ആവശ്യത്തിനായിട്ട് പോയതാ. അപ്പൊ ഉണ്ട് ഓനങ്ങ് നിങ്ങൾ നടന്നു വരുന്നു. പിന്നെ ഇങ്ങനെ അപ്പോൾ നമ്മളിങ്ങനെ ഇഷ്ടം ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിലും ബ്രേക്കപ്പ് ആയിട്ടേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ഇതായിട്ടൊന്നുമില്ല, മെസ്സേജെല്ലാം അയക്കലുണ്ട്. അപ്പൊ പിന്നെ ഇങ്ങനെ കുറെ വർത്താനം പറഞ്ഞു, ഞാനും വർത്താനം പറഞ്ഞു. അല്ല അന്നേരം എനിക്ക് അറിയണ്ടേനു. നീ ഓനെ വിട്ടിട്ട് പിന്നെ ആരെങ്കിലും നോക്കിനാ? ഇല്ല, നോക്കിയിട്ടില്ല. നോക്കാനുള്ള ടൈം ഓനാരെങ്കിലും ആയിട്ടില്ല. നോക്കുന്നുണ്ടേനു? ഇല്ല, നോക്കാനുള്ള ടൈം ആടെ വന്നിട്ടില്ല. വിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്ന് പിന്നെന്തോ ഒരു സ്പേസ് അന്നേരമാണല്ലോ കിട്ടുന്നത്. പിന്നെ നമ്മള് വല്ലാണ്ട് അങ്ങ് സംസാരിച്ച്. അപ്പോ എന്നോട് പറഞ്ഞ് അവിടെ ലൈറ്റൊന്നുമില്ല, ലൈറ്റ് ഇല്ലാത്തൊരു സ്പേസ് ഉണ്ട് കുറച്ച് അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് പോയി. എല്ലാം കഴിഞ്ഞു. ആരെയും കണ്ടിട്ടില്ല അവിടെയൊന്നും. എല്ലാരും ഇങ്ങനെ ഉള്ളത്. എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞ എല്ലാം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ജസ്റ്റ് ഞാനിങ്ങനെ എന്നോട് ചോദിക്കണ്ടേ? എടാ +2 അല്ലേ, എനിക്കറിയാലോ, നമുക്ക് +2 എല്ലാ അല്ലേന്ന് സമയത്തും അറിയാം. പറഞ്ഞാല് എന്താ +2 എന്താ ഒരു കുഴപ്പം? 18 വയസ്സ് അല്ല ആയിട്ടില്ലേ അന്നേരം? അങ്ങനെയല്ല. പ്രായപൂർത്തികളായി. അതെ, എന്നേരം നടക്കണ്ട ഫുള്ള് നടന്നു. എടാ അതിനൊന്നും ഇപ്പൊ അപ്പൊ നടന്നേന്. ഇപ്പൊ നീ ഒപ്പരല്ല? അല്ല, പിന്നെ നമ്മള് വിട്ട്. പിന്നെ എന്തോ പറഞ്ഞ അടി. അപ്പൊ ഇനി നീ ഇപ്പം വേറെ ആരെങ്കിലും നോക്കൂലേ? അതിനിപ്പോ എന്താ? ഇനി ഇതാരോടും പോയി പറയാണ്ടെന്നാണ്.
എന്തിനാ ഞാനിതാരോട് പണ്ടേത്തെ കാലത്ത് ജീവിക്കുന്ന പോലെ സംസാരിക്കുന്നത്? കുറെ മാറാനുണ്ട് കേട്ടോ. എടാ അനക്കിതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞാൻ വിട്ടാ ഇന്നെ നോക്കണം എന്നെ നോക്കിക്കടാ, ഞാൻ തിരിച്ചു നോക്കൂ. എല്ലാരും അങ്ങനെ വിട്ടുകളയണമെന്നില്ലാലോ. ഓനാണ് ഒരു വൃത്തിയായിട്ട സ്വഭാവം, ഓൻ തീരെ ശരിയില്ല. അതെല്ലാം അറിഞ്ഞ് പിന്നെ ആ വിട്ടതിന് സമയത്ത് അങ്ങ് ശേഷല്ലേ നീ പക്ഷെ എന്തോ ആ സമയത്ത് എനിക്കറിയാലോ, ഇപ്പൊ നമ്മൾ കൊറേ കാലം സ്നേഹിച്ച്, അപ്പൊ പിന്നെ പെട്ടെന്ന് അങ്ങനെ കാണുമ്പോ ഒരു ഇതുണ്ടാവില്ലേ. അല്ല നാളെ ഓൻ തിരിച്ചു വന്നിട്ട് അങ്ങനെ നീ ആദ്യം ഒന്നെങ്കിലും ഓൻ തിരിച്ചു വരുമൊന്നുമില്ല. ഓന് വേറെ ലൈനുണ്ട്, ആ ഓനിപ്പോ വേണ്ട, ബാംഗ്ലൂർ. ഞാൻ തമാശക്ക് ചോദിച്ചാ. വിട്ടാളാ. പിന്നെ എനക്ക് വേറെ ആരും കിട്ടായി ഒന്ന് പോടാർന്നു. എനക്കൊന്നും വേണ്ട. ഞാനേ മതി. നോക്കണ്ട, എന്നാലും നിങ്ങൾക്ക് ഇഷ്ടംമാതിരി ആമ്പിളറെ കിട്ടും. പക്ഷെ എനിക്ക് ഒരിക്കലും കിട്ടൂല ഇങ്ങനെ പോയാലേക്ക്. ഇതിപ്പോ ഞാൻ ഇതിനടുത്ത് പറഞ്ഞോണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അറിയില്ലല്ലോ. മനസ്സിലായ? അപ്പൊ ഇത് വേറെ ആയിരിക്കും അറിയില്ല. വേറെ ആർക്കും അറിയില്ല. ആരാർക്കും പറഞ്ഞതൊന്നും എനക്കറിയില്ല. അവനെ അറിഞ്ഞോളൂ. ഞാനാർക്കും പറഞ്ഞില്ല. അറിഞ്ഞോളൂ. നിന്റെ ഒരു സമ്മതിക്കണം കേട്ടോ, ഇന്റെ ധൈര്യം. ഇതൊന്നും ധൈര്യല്ലാലോ. ആ എനക്കൊന്നും ഇവിടെ സമയത്ത് ഒരാളെ പറ്റിപ്പോയതല്ലേ. പോലും ഒന്നും പ്രേമിക്കാൻ പോലും കിട്ടുന്നില്ല. ഇതൊന്നും ചെയ്യണമെന്ന് വെച്ച് പോയതല്ല. ആ സമയത്ത് നമുക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ടായപ്പോ അങ്ങനെ പോയി. അതിലിപ്പോ ഇതെല്ലാരും കോമൺ ആയിട്ട് നടക്കുന്ന കാര്യമാണ്. അത് ഇങ്ങനെ കുഞ്ഞിപ്പിള്ളേരുടെ ഇടയിലല്ലല്ലോ നടക്കുക. പിന്നെ കുഞ്ഞിപ്പിള്ളറ് ഓനെ അങ്ങ് ഫോറിൻ നാട്ടിലെല്ലാം ഇങ്ങനെ തന്നെയാണ്. കുഞ്ഞിപ്പിള്ളറ സ്വന്തം വഴിക്ക് പോകും. ഇന്ത്യയിൽ മാത്രമേ ഇങ്ങനെ. എന്തായാലും നീയല്ല നാളെ ഏതെങ്കിലും പൊട്ടൻ്റെ തലയിൽ പൊട്ടനായാലും നല്ല ക്യാഷ് ഉള്ളതായ മതി. പിന്നെ പറയണ്ടല്ലോ എന്നാ വേണ്ടത്. വെറുതെ അല്ലാണ് എനിക്ക് നല്ല ലൈൻ സെറ്റ് ആകത്തെ. ആര് പറഞ്ഞു? ഞാനിപ്പോ ബ്രേക്ക് എടുത്തതാ. ഈ ലൈൻ അടിച്ച് പോകുന്നതിനേക്കാൾ തൊഴിലായിട്ട് ഏറ്റവും നല്ലത്. കൊണ്ടുപോകുന്ന എങ്ങനെ? അങ്ങനെ ജഡ്ജ് ചെയ്യണ്ട. അങ്ങനത്തെ ഒരാളൊന്നല്ലേ ഞാൻ. പിന്നെ ഇതത്ര മോശം കാര്യമായിട്ട് എനിക്ക് തോന്നൂല്ല. തോന്നൂല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നൂല. എന്റെ അടുത്ത് പറഞ്ഞതാ പ്രശ്നമായി. ഇത്രകാലം ആരോടും പറയണ്ടേലും പറയാണ്ട് നടന്നത്. ഇനി നിന്നെ ഞാൻ പല കണ്ണിലോ കാണും. പിന്നെന്തിനാ ചോദിച്ചത്? പറയാന്ന് പറഞ്ഞിട്ട്. എന്നിട്ടാണ് എനിക്ക് ഞാൻ ഓരോന്ന് അയച്ചു തരുമ്പം പ്രശ്നമല്ലേ? അത് ശരിയാണല്ലോ. ഓരോന്ന് അയച്ചിരുന്നുണ്ടല്ലോ. പിന്നെന്തിനാ ഒരു പെൺകുട്ടിക്ക് എടുത്ത് അയക്കുന്നു? ഇതല്ലോ അല്ല, പഠിച്ചോട്ട് എന്ന് വെച്ചിട്ട് അയക്കുന്ന. നാളെ ആവശ്യം വന്നാലോ വെച്ചിട്ട്. പക്ഷെ നീ എന്നെക്കാളും മുന്നേ പഠിക്കാലോ. ഞാൻ പഠിച്ച ഓരോന്നയക്കുന്നത് സ്കൂളിൽ നീ വെറൈറ്റി അല്ലേ. ഹെഡ് മാസ്റ്റർ എന്നുള്ള കാര്യം ഞാൻ ഇപ്പല്ലേ മനസ്സിലായി. നീ കാണോ മാത്രം ചെയ്ത ഞാൻ എന്നാലും ഇത്ര ഇത് വേണ്ടേനും. നീ പുതിയത് നോക്കിയിരുന്നോ? ഇപ്പൊ കിട്ടും. അതെല്ലാം നമുക്ക് കിട്ടുമ്പോ കിട്ടിയാൽ മതി. ഏതായാലും ഏതെങ്കിലും ഒരു ഭാഗം കടിച്ചതേ കിട്ടും പോലെ. എങ്ങനെ? ഏതായാലും ഏതെങ്കിലും ഒരു ഭാഗം കടിച്ചതേ കിട്ടുള്ളൂ. നീ പോയേ എന്താ അത് ഞാൻ നോക്കിയെടുത്തോളൂ. എന്തായാലും നീയൊന്നും കാണിച്ചു തരുന്നയോ അല്ലെ നിന്നെയൊന്നും ഞാൻ നോക്കൂല. ഉറപ്പാ. ഇന്നെ വിളിക്കുന്ന നേരം കൊണ്ട്